Welcome to the class. Today we are going to discuss a small topic in the subject Advanced Manufacturing Technology. Already we are discussing second module and it is the second part of my presentation. In this presentation I am going to explain what is numerical control and numerical control part programming. So first of all we must know the historical development in this field. That is in 15th century we have started machining materials, metals. So after that leads to industrialization. That's coming from London or England. That started in industrialization. That is production type machine tools are used in industries. And after that in 20th century the tool metal HSS high speed steels are used as tool materials, and that leads to a fast production of various components. And after that automated production equipments are started. That screws machines, transfer lines, assembly lines are started in industries, and that automation is based on NC, PLC and robots. We have already mentioned what is PLC, so today we are going to discuss NC, part programming or NC. എൻ സി എന്ന് പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ബേസിക് കമ്പോണൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ നോർമലി 0 1 എന്നുള്ള ബൈനറി കോഡ്സ് വെച്ചിട്ട് എല്ലാ മെഷീൻസും കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എൻ സി പ്രോഗ്രാമിംഗ്. സോ ന്യൂമറിക്കൽ കൺട്രോൾ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് 3 കമ്പോണൻസ് ആണുള്ളത്. ദാറ്റ്സ് ഫസ്റ്റ് വൺ ഈസ് പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ദർ വിൽ ബി എ കൺട്രോൾ യൂണിറ്റ് ആൻഡ് എ മെഷീൻ ടൂൾ. ഈ പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂമറിക്കൽ കൺട്രോൾസിൽ പഞ്ച് കാർഡോ പഞ്ച് ടാപ്പോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ടാപ്പോ അങ്ങനെയുള്ള ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അത് കൺട്രോൾ യൂണിറ്റിൽ ഫീഡ് ചെയ്യും. അത് ഇതിനെ ഒരു മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. കറസ്പോണ്ടിങ്ങിലി മെഷീൻ ടൂള് വർക്ക് ചെയ്യും. അതാണ് ഒരു എൻ സി മെഷീൻ ടൂളിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇവിടെയാണ് പാർട്ട് പ്രോഗ്രാം വരുന്നത്. അത് കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോൾ യൂണിറ്റ് ആൻഡ് ഫൈനലി എ മെഷീൻ ടൂൾ. നമ്മൾ ഈ കൺട്രോൾ കമ്പോണൻസ് ഓഫ് എൻ സി എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മെഷീൻ കൺട്രോൾ യൂണിറ്റും മെഷീൻ ടൂളും, പിന്നെ കൂടാണ്ട് ഒരു കൺട്രോൾ ലൂപ്പ് യൂണിറ്റും ഡാറ്റ പ്രോസസ്സിംഗ് യൂണിറ്റും ഉണ്ടാവും. ഇതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓപ്പറേഷൻസ് നമ്മൾ പറഞ്ഞിരുന്ന പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസിനെ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള യൂണിറ്റ്സ് ആണ് CLUം DPUം. അതുകൂടാണ്ട് ഒരു എൻ സി കൺട്രോളിൽ വരുന്ന ഫങ്ഷൻസ് നമുക്ക് ഇത്രയും പറയാം. ഒന്നാമത്തെ കാര്യം പ്രിപ്പറേറ്ററി ഫങ്ഷൻസ് ഉണ്ടാവും. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മോഷൻ എങ്ങനെ വേണമെന്നുള്ള പ്രിപ്പറേഷൻ അഥവാ മെഷീനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോഡ്സാണ്. അഥവാ ഇതിൻ്റെ അകത്ത് നമുക്ക് യൂണിറ്റ്സ് കൊടുക്കാം, ഫീഡ് കൊടുക്കാം, ഇൻ്റർപൊളേഷൻസ് കൊടുക്കാം, കോർഡിനേറ്റ് സിസ്റ്റം കൊടുക്കാം, അതുപോലെ കട്ടർ കോമ്പൻസേഷൻ ഇഫ് എനി, അതെല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിപ്പറേറ്ററി കോഡ്സിലാണ് ആഡ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ G കോഡ്സ് എന്ന് പറയാം. പിന്നെ രണ്ടാമത് വരുന്നതാണ് കോർഡിനേറ്റ് സിസ്റ്റം. അതിനകത്ത് വരുന്നതാണ് ട്രാൻസ്ലേഷനാണോ റൊട്ടേഷനാണോ അങ്ങനെ ഏത് കോർഡിനേഷൻ സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യണം. പിന്നെ മെഷീനിങ് പാരാമീറ്റേഴ്സ് ഫീഡ് ആൻഡ് സ്പീഡ് വരും. ടൂൾ കൺട്രോൾ, ടൂൾ ഡയമീറ്റർ, ടൂൾ നമ്പർ, ടൂൾ ചേഞ്ച് എപ്പോഴാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാം. അതുപോലെ സൈക്കിൾസ്, നമുക്കിപ്പോൾ ക്യാൻഡ് സൈക്കിൾസ് എല്ലാം യൂസ് ചെയ്യാം. ഡ്രില്ലിംഗ് സൈക്കിൾ, ബോറിംഗ് സൈക്കിൾ, മില്ലിംഗ് സൈക്കിൾ, റീമിംഗ് സൈക്കിൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൂൾ ആൻഡ് ഓൺ ഓഫ് എല്ലാം ചെയ്യേണ്ടത് എൻ സി കൺട്രോളിൽ വരുന്നതാണ്. പിന്നെ ഇതൊന്നും കൂടാണ്ടുള്ള മിസ്ലേനിയസ് കൺട്രോൾസ് ആണ് സ്പിൻഡിൽ ഓഫ്, സ്പിൻഡിൽ ഓൺ, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറ്റുക, പാലറ്റ് ചേഞ്ച് ചെയ്യുക, ക്ലാമ്പ് കൺട്രോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇൻ്റർപൊളേറ്റേഴ്സും വരും. ഇത്രയാണ് മെയിനായിട്ട് വരുന്ന എൻ സി കൺട്രോൾ ഫങ്ഷൻസ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് മെഷീനിങ് ടൂളിനെയും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി നമ്മൾ പറയുമ്പോൾ എൻ സിയിലെ ബേസിക് ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. നമുക്ക് നോർമലി എൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷണൽ എൻ സി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കൂടാണ്ട് DNC ഉണ്ട്, ഡയറക്റ്റ് ന്യൂമറിക്കൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള CNC അഥവാ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോളിംഗ് ആണ് വരുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. കൺവെൻഷണൽ ന്യൂമറിക്കൽ കൺട്രോൾ ആണെങ്കിൽ ഈ പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻസ് കൺവെൻഷനിൽ അതൊരു ടാപ്പിലോ അല്ലെങ്കിൽ പഞ്ച് കാർഡിലോ ഒക്കെ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. അത് മാനുവലി റൈറ്റ് ചെയ്തിട്ടുള്ള കാർഡ് നമ്മൾ നേരെ മെഷീനിലേക്ക് കൊടുക്കും. അത് മെഷീൻ ടൂൾ ഓപ്പറേറ്റ് ചെയ്യും. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെക്സിബിൾ അല്ല ഈ പ്രോഗ്രാം ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓരോ തവണയും നമ്മൾ പഞ്ച് കാർഡ് പഞ്ച് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് റിക്വയർ എ ടൈം ആൻഡ് ഹൈ ക്വാളിറ്റി സ്കിൽ. ഇതാണ് എൻ സി ഇത് വരിക. പിന്നെ രണ്ടാമത്തേതാണ് ഡയറക്റ്റ് ന്യൂമറിക്കൽ കൺട്രോൾ. ഇതിനകത്ത് പറഞ്ഞാൽ വേറെ വേറെ മെഷീൻ ടൂൾസ് ഒരു സിംഗിൾ കമ്പ്യൂട്ടർ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. ഇതിനകത്ത്
നമ്മൾ മെയിനായിട്ട് രണ്ട് വിധത്തിലാണ് പറയാം. ഒന്നുകിൽ ഡയറക്റ്റ് ന്യൂമറിക്കൽ കൺട്രോൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ന്യൂമറിക്കൽ കൺട്രോൾ. അഥവാ ഡിഫറെൻറ്റ് മെഷീൻ ടൂൾസിനെ ഒറ്റൊരു കമ്പ്യൂട്ടറിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടെക്നോളജിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ DNC എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്കൊരു ചിത്രം നോക്കാം. ഇതാണ് ഒരു NC പ്രോഗ്രാംസ് എല്ലാം തന്നെ സെൻട്രൽ കമ്പ്യൂട്ടറിലേക്കാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ആ സെൻട്രൽ കമ്പ്യൂട്ടർ 3-4 വേറെ മെഷീൻ കൺട്രോൾ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ മെഷീൻ കൺട്രോൾ യൂണിറ്റ് ഡിഫറെൻറ്റ് മെഷീൻ ടൂൾസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അഥവാ ഇവിടെ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഇതിനും കിട്ടും, ഇവിടത്തേക്കും കിട്ടും, ഇവിടത്തേക്ക് മൂന്നാമത്തേലും കിട്ടും. അതിന് കറസ്പോണ്ടിങ്ങിൽ ഇവിടെ ഡ്രില്ലിങ്, മില്ലിങ്, ബോറിങ് വേറെ ഓപ്പറേഷൻസ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അഥവാ കുറേ മെഷീൻ ടൂൾസിനെ ഒരു സെൻട്രൽ കമ്പ്യൂട്ടർ വെച്ച് കണക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡയറക്റ്റ് ന്യൂമറിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ കൺട്രോളിംഗ് എന്ന് പറയുന്നത്, DNC. ഇനി മൂന്നാമത്തെ ടൈപ്പ് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ. നേരത്തെ നമ്മൾ പറഞ്ഞു ഓട്ടോമേഷനിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കണ്ടുവരുന്നത് CNC മെഷീൻസ് ആണ്. ഇതിന് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CAD ഡ്രോയിങ്സ് നമുക്കറിയാം. CAD ഉപയോഗിച്ചിട്ട് നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് കോഡ്സ് നമുക്ക് അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാൻ പറ്റും ഒരു CAM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്. ഇത് ഡയറക്റ്റ് നമുക്ക് CNC മെഷീനിലേക്ക് ഫീഡ് ചെയ്യാം. അന്നേരം എറേഴ്സൊക്കെ പരമാവധി കുറവായിരിക്കും. അതുപോലെ ജിയോമെട്രിക്കൽ ഡാറ്റയൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ക്രിട്ടിക്കലായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. അതേപോലെ എറർ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ജസ്റ്റ് എഡിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാറ്റാം. പഞ്ച് ടൈപ്പ് പോലെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന പ്രോബ്ലം ഇല്ല. നല്ലോണം ഫ്ലെക്സിബിളാണ് ഈ കേസ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡാറ്റ മാറ്റാനും ചേഞ്ച് ചെയ്യാനും കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോളിൽ മാറ്റാൻ പറ്റും. ഒരു സ്കിൽഡ് ലേബർ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും നമുക്ക് പറയാം. സ്ക്രാപ്പ് ഓഫ് മെറ്റീരിയൽ വളരെ കുറവായിരിക്കും. അതുപോലെ ടൂളിംഗ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. ലേഔട്ട് ടൈം കുറവായിരിക്കും. പിന്നെ മെഷീൻ ആൻഡ് ടൂൾ ലൈഫ് കൂട്ടും. അതേപോലെ സ്റ്റോറേജ് പ്രോബ്ലംസ് എല്ലാം റെഡ്യൂസ് ചെയ്യാം. അതേപോലെ സെറ്റപ്പ് ടൈം വളരെ കുറവായിരിക്കും. അതുപോലെ ആക്ച്വൽ മെഷീനിങ് ടൈമും കുറയും. പക്ഷേ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇനീഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. മെയിൻ്റെനൻസ് എഫേർട്ടും വളരെ കൂടുതലായിരിക്കും. കാരണം മെക്കാനിക്കൽ പാർട്സ് മാത്രമല്ല ഇലക്ട്രോണിക് പാർട്സും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ സ്കിൽഡ് പ്രോഗ്രാമേഴ്സും ഹൈ യൂട്ടിലൈസേഷനും വളരെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ NC മെഷീൻസിലേക്ക് പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ CNC മെഷീൻസിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ഇനി NCൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് പറഞ്ഞു പോകാം. കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നതാണ് ആദ്യം വരുന്നത്. അത് നമുക്ക് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം, അതേപോലെ തന്നെ റൊട്ടേഷനും ഉണ്ട്. അതേപോലെ തന്നെ 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റവും 2 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റവും ഉണ്ട്. അതേപോലെ മോഷൻ കൺട്രോൾ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോയിന്റ് ടു പോയിന്റ്, സ്ട്രെയിറ്റ് കട്ട് ആൻഡ് കോണ്ടൂറിങ്. ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ലൂപ്പും ക്ലോസ്ഡ് ലൂപ്പും വരുന്നുണ്ട്. ഇതിന് കൊടുക്കുന്ന ഇൻപുട്ട് എനർജി അത് ഹൈഡ്രോളിക് ആണോ ഇലക്ട്രിക് ആണോ ന്യൂമാറ്റിക് ആണോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പൊസിഷനിങ് സിസ്റ്റം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആബ്സല്യൂട്ട് പൊസിഷനിങ് സിസ്റ്റം, ഇൻക്രിമെൻ്റൽ പൊസിഷനിങ് സിസ്റ്റം, പിന്നെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഏതൊക്കെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർസാണ് ഈ CNC വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ വരും. ഇപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷനായിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം പറയാം. കോർഡിനേറ്റ് സിസ്റ്റം പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു ലെയ്ത്താണ്. ലെയ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടൂൾ മൂവ്മെൻറ്റ് എപ്പോഴും സെറ്റ് ഡയറക്ഷനാണ് കൊടുക്കുക. ഓക്കെ, സെറ്റ് ഡയറക്ഷനിലുള്ളതാണ് ടൂൾ മൂവ്മെൻറ്റ്. എക്സ് ഡയറക്ഷനിലാണ് അതിൻ്റെ ലീനിയർ മൂവ്മെൻറ്റ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. റൊട്ടേഷൻ വരുന്നുണ്ടെങ്കിൽ സെയിം എഫേർട്ടാണ് ഉണ്ടാവുക. ടൂൾ മൂവ് ചെയ്യുക സെറ്റ് ഡയറക്ഷനിലും, റൊട്ടേഷൻ എക്സ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ഇതിപ്പോൾ നമ്മളൊരു 3D എക്യുപ്മെൻ്റ് ആണ്. ഇതിനകത്ത് നോക്കിയാൽ ടൂൾ മൂവ്മെൻറ്റ് ഒരു ഡ്രിൽ മിറ്റിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ സെറ്റ് ഡയറക്ഷനിലാണ് ടൂൾ മൂവ് ചെയ്യുന്നത്, XY ഡയറക്ഷനിലാണ് ടേബിൾ മൂവ് ചെയ്യുക. ഇതാണ് നോർമലി കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കോർഡിനേറ്റിൽ തന്നെ വരുന്ന വേറൊന്നാണ് പൊസിഷൻ മൂവ്മെൻറ്റ്സ്. ഇൻക്രിമെൻ്റലാണോ ആബ്സല്യൂട്ട് ആണോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അധികം പോകുന്നില്ല. ഇതാണ് ഒരു ഇൻക്രിമെൻ്റൽ സിസ്റ്റം. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രീവിയസ് ഡാറ്റ വെച്ചിട്ടാണ് അടുത്ത പോയിന്റ് കാണുക. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഇനീഷ്യൽ പോയിന്റ് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് 250 മൂവ് ചെയ്തപ്പോൾ ഈ പോയിന്റ് കിട്ടി. അതിൻ്റെ അകത്ത് നിന്ന് 750 എടുത്തപ്പോൾ അടുത്ത പോയിന്റ് കിട്ടി. അവിടെ നിന്ന് 750 എടുത്തപ്പോൾ അടുത്ത പോയിന്റ് കിട്ടി. അവിടെ നിന്ന് ഒരു 750 എടുത്തപ്പോൾ ഈ പോയിന്റ് കിട്ടി. ഇനീഷ്യൽ പോയിന്റ് 250 മൂവ് ചെയ്തപ്പോൾ ഇത് കിട്ടി. അവിടെ നിന്ന് വീണ്ടും 0 മൂവ് ചെയ്തപ്പോൾ അടുത്ത പോയിന്റ് കിട്ടി. 0 തന്നെയായിരുന്നു പിന്നെയുള്ള മൂവ്മെൻ്റ് എല്ലാം. ഈ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് 750 മുകളിലോട്ട് മൂവ് ചെയ്തു. ഇവിടെയും 750 മൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഡാറ്റയൊക്കെ വെക്കുന്നതാണ് ഇൻക്രിമെൻ്റൽ സിസ്റ്റം. അതേസമയം ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലാം തന്നെ ഒറിജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആദ്യത്തെ പോയിന്റ് 250, രണ്ടാമത്തെ പോയിന്റ് ഒറിജിന് 1000,
മൂന്നാമത്തെ പോയിന്റ് ഒറിജിൻ 1850 അങ്ങനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് പറയുന്നതാണ് ആബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം. ഇനി പൊസിഷൻ കൺട്രോളിംഗ് ആണ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് അധികം പോകുന്നില്ല. പോയിന്റ് ടു പോയിന്റ് സിസ്റ്റം ഉണ്ട്, അതുപോലെ കണ്ടിന്യൂസ് പാത്തും ഉണ്ട്. പോയിന്റ് ടു പോയിന്റ് നമ്മൾ പറഞ്ഞു, ഒരു പോയിന്റ് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് അങ്ങനെ പോകുന്നതാണ് പോയിന്റ് ടു. കണ്ടിന്യൂസ് എന്നുള്ളതെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് സ്ട്രെയിറ്റ് കട്ടും ഉണ്ട്, രണ്ടാമത്തെ കോണ്ടോറിങ്ങും ഉണ്ട്. സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നത് സ്ട്രെയിറ്റ് കട്ടായിരിക്കും, കർവ്ഡ് പാത്തിലേക്ക് പോകുന്നത് കോണ്ടോറിങ് ആയിരിക്കും. ഇനി ഇൻ്റർപൊളേഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇൻ്റർപൊളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൂളിൻ്റെ മൂവ്മെൻറ്റ് സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ അതിന് ലീനിയർ ഇൻ്റർപൊളേഷൻ എന്ന് പറയും. സർക്കുലർ ഇൻ്റർപൊളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലർ പാത്തിലായിരിക്കും. ഹെലിക്കൽ പാത്തിലാണ് ടൂൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഹെലിക്കൽ ഇൻ്റർപൊളേഷൻ എന്ന് പറഞ്ഞു. പരാബോളിക് അല്ലെങ്കിൽ ക്യൂബിക്കൽ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അതിന് പരാബോളിക് ആൻഡ് ക്യൂബിക്കൽ ഇൻ്റർപൊളേഷൻ എന്ന് പറയും. ഓപ്പൺ ലൂപ്പും ക്ലോസ് ലൂപ്പും പറഞ്ഞു. നോ ഫീഡ്ബാക്ക് ആണെങ്കിൽ ഓപ്പൺ ലൂപ്പായിരിക്കും. ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ ക്ലോസ് ലൂപ്പായിരിക്കും. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പിന്നെ ഇൻപുട്ട് കൊടുക്കുന്ന എനർജീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, പവർ ഡ്രൈവ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിക് ആണോ ഹൈഡ്രോളിക് ആണോ ന്യൂമാറ്റിക് ആണോ എന്ന് പറയാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇലക്ട്രിക്കൽ തന്നെയായിരിക്കും. അതാണ് ഏറ്റവും വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. സ്മോൾ സൈസാണ്, ഈസി ടു കൺട്രോൾ ആണ്, ലോ കോസ്റ്റ് ആണ്. വലിയ ലോഡ് വരുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഹൈഡ്രോളിക് ഉപയോഗിക്കുക. അവിടെ വളരെ പവറും വേണമെങ്കിൽ ഹൈഡ്രോളിക് നമ്മൾ യൂസ് ചെയ്യും. ന്യൂമാറ്റിക് ആണെങ്കിൽ നമുക്ക് ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് വളരെ റെയറായിട്ട് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേങ്കിൽ നമുക്കിതും ഉപയോഗിക്കാൻ സാധിക്കും. ഇനി NC പാർട്ട് പ്രോഗ്രാമിങ്ങിലേക്ക് പോവുകയാണ്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഒരു പാർട്ട് പ്രോഗ്രാമിംഗ് പറയുമ്പോൾ അതിൻ്റെ റെഫറൻസാണ് അറിയേണ്ടത്. ബിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 0 അല്ലെങ്കിൽ 1 ബൈനറി കോഡ്സിൽ വരുന്ന ഏറ്റവും ചെറിയൊരു ഡയമെൻഷനാണ് ബിറ്റ്. 8 ബിറ്റ് ചേർന്ന ബൈറ്റ് ആവും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അഥവാ ഏറ്റവും ഒരു ആബ്സെൻസ് ഓഫ് പ്രസൻസ് ഓഫ് ഓൾ ഇൻ എ ടാപ്പ്, ഒരു പഞ്ചിട്ട് ടാപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ ബിറ്റ് എന്ന് പറയുന്ന ഡാറ്റ. ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നിൽ കൂടുതൽ ബിറ്റിനെ ഒന്നിച്ചെടുക്കുന്നതിനാണ് ക്യാരക്ടർ എന്ന് പറയുക. പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ കൂട്ടത്തിന് പറയുന്നതാണ് വേർഡ്. പിന്നെ വേർഡ്സിൻ്റെ കൂട്ടത്തിന് പറയുന്നതാണ് ബ്ലോക്ക്. നമ്പർ ഓഫ് ബ്ലോക്സ് ഒന്ന് ചെയ്താൽ കിട്ടുന്നതാണ്. അഥവാ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഓരോ ഇൻസ്ട്രക്ഷനാണ് ഓരോ ബ്ലോക്കിൽ ഉണ്ടാവുക. അഥവാ സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പാർട്ട് പ്രോഗ്രാം. അതാണ് NC പാർട്ട് പ്രോഗ്രാമിൻ്റെ ബേസിക്സ്. ഇനി എങ്ങനെയാണ് NC പാർട്ട് പ്രോഗ്രാമിൻ്റെ ഫോർമാറ്റ് എന്ന് നോക്കാം. എഴുതുന്ന ഫോർമാറ്റ് പലപ്പോഴും ഇത് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് വേർഡ് അഡ്രസ് ഫോർമാറ്റാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതും വേർഡ് അഡ്രസ് ഫോർമാറ്റാണ്. അതിൻ്റെ ഫോർമാറ്റിലുള്ള മെയിൻ സാധനങ്ങളാണ് N, G, X, Y, പിന്നെ Z ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. F, S, T, M ആൻഡ് എൻഡ് ഓഫ് ദി ബ്ലോക്ക് EOB എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ആദ്യം കൊടുക്കുന്ന N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രാമത്തെ ലൈനാണെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ലൈനിൻ്റെ നമ്പറാണ് N. ഇപ്പോൾ 20th ലൈനാണെങ്കിൽ N20. ചില കേസിൽ നമ്മൾ N10, N20, N30 അങ്ങനെയായിരിക്കും നമ്പർ കൊടുക്കുക. കാരണം ഇടയിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു സ്പേസ് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കാറുണ്ട്. ഏറ്റവും ബെറ്ററും അത് തന്നെയാണ് N10, N20 അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ. അഥവാ N20 എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷനിൽ സെക്കൻഡ് ലൈനായിരിക്കും N20. G കോഡ്സ് നമ്മൾ പ്രിപ്പറേറ്ററി കോഡ്സ് നേരത്തെ പറഞ്ഞ സാധനങ്ങളാണ് G കോഡ്സ്. പല G കോഡും ഉണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. G00 എന്ന് പറഞ്ഞാൽ റാപ്പിഡ് മൂവ്മെൻ്റ് ആണ്. എക്സും വൈയും അതിൻ്റെ കോർഡിനേറ്റ് വാല്യൂസ് കൊടുക്കാനാണ്. X ഡയറക്ഷനിലും Y ഡയറക്ഷനിലും Z ഡയറക്ഷനിലുള്ള കോർഡിനേറ്റ് വാല്യൂ കൊടുക്കാനാണ് XYZ. പിന്നെ ടൂളിന് എത്ര ഫീഡ് ഉണ്ട് എന്ന് കൊടുക്കാനാണ് F ഉപയോഗിക്കുന്നത്. സ്പീഡ് മെൻഷൻ ചെയ്യാനാണ് S ഉപയോഗിക്കുന്നത്. ടൂൾ നമ്പർ മെൻഷൻ ചെയ്യാനാണ് T എന്നുള്ളത് കൊടുക്കുന്നത്. M കോഡ് മിസ്ലേനിയസ് കോഡാണ്. നേരത്തെ നമ്മൾ സ്പിൻഡിൽ ഓഫ്, കൂളൻ്റ് ഓഫ് എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ ഓൺ ചെയ്യാനുള്ള യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് M കോഡ്. പക്ഷേ ഈ സിൻടാക്സ് നമ്മൾ ഓർത്തിരിക്കണം. ആദ്യം N, പിന്നെ G, പിന്നെ XYZ, പിന്നെ F, പിന്നെ S, പിന്നെ T, പിന്നെ M, പിന്നെ എൻഡ് ഓഫ് ദ ബ്ലോക്ക് EOB എന്ന് പറയുന്ന ഒരു കോഡും കൂടി യൂസ് ചെയ്താൽ നല്ലത്. ഇനി രണ്ടാമത്തെ 3 വിധത്തിലാണ് ഈ ഫോർമാറ്റ്സ് ഉള്ളത്. ഒന്ന് വേർഡ് അഡ്രസ് ഫോർമാറ്റ്, രണ്ടാമത്തെ ടാബ് സീക്വൻഷ്യൽ ഫോർമാറ്റ്, മൂന്നാമത്തേത് ഫിക്സഡ് ബ്ലോക്ക് ഫോർമാറ്റ്. അതിനകത്ത് രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡാറ്റയും കൊടുത്തു കഴിഞ്ഞാൽ ടാബ് വെച്ചിട്ടാണ് മെൻഷൻ ചെയ്യുക. ഇൻ കേസ് നമ്മൾ ഇതാണ് നമ്മളെ ഫോർമാറ്റായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ 20 എന്ന് അടിച്ച് ടാബ് അടിച്ച് അടുത്ത വാല്യൂയിലേക്ക് പോകുക, അഥവാ G കോഡായിരിക്കും. പിന്നെയും ടാബ് അടിച്ച അടുത്ത വാല്യൂ, 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 അങ്ങനെ ടാബ് അടിച്ചടിച്ചിട്ടാണ് നമ്മൾ ഡാറ്റ ഇൻപുട്ട് കൊടുക്കുന്നത് അതിൻ്റെ ടാബ് സീക്വൻസ് ഫോർമാറ്റിൽ. ആൻഡ് ഫിക്സഡ് ബ്ലോക്ക് ഫോർമാറ്റിലാണെങ്കിൽ ഇതിന് ഓൾറെഡി നമ്മൾ ഒരു ഫിക്സഡ് ടേം ഉണ്ട്. അഥവാ നേരത്തെ ഡാറ്റ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് N, G അതൊന്നും മെൻഷൻ ചെയ്യണം. ഡയറക്റ്റ് വാല്യൂസ് കൊടുത്താൽ മതി. 20 അടിക്കുക, ഒരു സ്പേസ് അടിക്കുക, 00 അടിക്കുക, സ്പേസ് അടിക്കുക, 1.2 അടിക്കുക, സ്പേസ് അടിക്കുക, 0.1 അടിക്കുക, സ്പേസ് അടിക്കുക, 325 അടിക്കുക, സ്പേസ് അടിക്കുക, 1000 അടിക്കുക. ഈ ഡാറ്റയെല്ലാം തന്നെ ഒരു ഫിക്സഡ് ഫോർമാറ്റായിട്ട്
കമ്പ്യൂട്ടർ റീഡ് ചെയ്തെടുക്കും. 3 ഫോർമാറ്റാണ് ഉള്ളത്: വേർഡ് അഡ്രസ് ഫോർമാറ്റ്, ടാബ് സീക്വൻസ് ഫോർമാറ്റ്, ഫിക്സഡ് ബ്ലോക്ക് ഫോർമാറ്റ്. 3 നമ്മളെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഓരോന്നിൻ്റെ എൻ എന്താണ്, ജി എന്താണ്, XYZ എന്താണ്, എഫ് എന്താണ്, എസ് എന്താണ്, ടി എന്താണ്, എം എന്താണ് എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് നമ്പർ പ്രിഫിക്സ് ആണ്. അത് എത്ര ബ്ലോക്ക് ഉണ്ടോ ആ ബ്ലോക്കിനനുസരിച്ചാണ് ഇത് കൂടി വരിക. ആദ്യത്തെ ബ്ലോക്കിന് നമുക്ക് N10 കൊടുക്കാം, രണ്ടാമത്തെ N20 കൊടുക്കാം, പിന്നെ N30 കൊടുക്കാം. അങ്ങനെ കൂടി N100 ആവും, N110 ആവും. അങ്ങനെ എത്ര വേണമെങ്കിലും പോകാം. അതിൻ്റെ പ്രിഫിക്സ് ആയിട്ട് അത് പെട്ടെന്നൊരു ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോഡ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്നതാണ് പ്രിപ്പറേറ്ററി കോഡ് അല്ലെങ്കിൽ ജി കോഡ് എന്ന് പറയുന്നത്. G00 എന്ന് പറഞ്ഞാൽ റാപ്പിഡ് മൂവ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. G01 എന്ന് പറഞ്ഞാൽ ലീനിയർ ഇൻ്റർപോളേഷനാണ്. G02 എന്ന് പറഞ്ഞാൽ സർക്കുലർ ഇൻ്റർപോളേഷനാണ്. അങ്ങനെ പല വിധത്തിലുള്ള ജി കോഡ്സ് ഉണ്ട്. അതിനകത്ത് തന്നെയാണ് ജി കോഡ്സ് ഉപയോഗിച്ചിട്ടാണ് കട്ടർ കോമ്പൻസേഷൻ, ആബ്സല്യൂട്ട് ആണോ ഇൻക്രിമെൻ്റൽ ആണോ, ഫീഡ് കൊടുക്കാനുള്ള ഇനീഷ്യൽ ഇൻസ്ട്രക്ഷൻ, ഇതെല്ലാം കൊടുക്കുന്നത് ജി കോഡ്സ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ വരുന്നത് XYZ കോർഡിനേറ്റ് സിസ്റ്റമാണ്. അത് നമ്മുടെ ആക്സിസിലുള്ള മൂവ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്, കോർഡിനേറ്റ്സ് വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. F എന്നുള്ളത് ഫീഡ് റേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. S എന്നുള്ളത് സ്പിൻഡിൽ സ്പീഡ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. T എന്നുള്ളത് ടൂൾ സെലക്ഷൻ അഥവാ ടൂൾ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. പിന്നെ M എന്ന് പറയുന്നത് മിസ്ലേനിയസ് കോഡാണ്. അത് നമ്മളുടെ ജി കോഡ് പോലെ തന്നെ പല വിധത്തിലുള്ള M കോഡ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ഇതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്സ്. നമുക്കിനി ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം, പക്ഷേ ഇന്ന് വേണ്ട. ഇന്ന് ഇതുവരെയുള്ള കാര്യങ്ങൾ ശരിക്കും പഠിക്കുക, അസൈൻമെൻറ്റ്സ് ശരിക്കും കംപ്ലീറ്റ് ആക്കുക. താങ്ക് യു.